നമസ്കാരം. പെഹൽഗാം ആക്രമണത്തിൽ 26 നിരപരാധികൾക്ക് ജീവൻ നഷ്ടമായി 2 ആഴ്ച പിന്നിടുമ്പോൾ ഇന്ത്യ പാക് സംഘർഷ സാഹചര്യം തുടരുകയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഉന്നതതല കൂടിക്കാഴ്ചകൾ, ഇന്ത്യ സർവ്വസജ്ജമാണെന്ന സൂചന നൽകുന്ന സേനാവിന്യാസം, പാകിസ്ഥാനെതിരെ വിവിധ തലങ്ങളിൽ നിയന്ത്രണം കടുപ്പിക്കുന്ന ഇന്ത്യ, രാജ്യവ്യാപകമായി നടക്കുന്ന മോക്ക് ഡ്രിൽ, കൂടാതെ നാളെ വീണ്ടും ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ സുരക്ഷാകാര്യ സമിതി യോഗം, പിന്നീട് നടക്കുന്ന സമ്പൂർണ്ണ കേന്ദ്രമന്ത്രിസഭാ യോഗം. സാഹചര്യത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതെല്ലാം. അതിനിടെ ഇന്നലെ ചേർന്ന UN രക്ഷാസമിതിയിൽ പാകിസ്ഥാൻ പൂർണ്ണമായി ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. ഭീകരാക്രമണത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും മിസൈൽ പരീക്ഷണങ്ങളിൽ അംഗരാജ്യങ്ങൾ പാകിസ്ഥാനോട് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ ആവശ്യപ്രകാരം വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു ഇങ്ങനെയൊരു തിരിച്ചടി അവർക്കുണ്ടായത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായത്. റഷ്യൻ പ്രസിഡന്റിന്റെ പിന്തുണയ്ക്ക് പിന്നാലെ അമേരിക്കയും ഇന്ത്യക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു. ലോകരാജ്യങ്ങൾക്കിടെ പാകിസ്ഥാൻ കൂടുതൽ ഒറ്റപ്പെടുകയാണോ? ഇന്ത്യൻ നയതന്ത്ര വിജയമല്ലേ ഇത്? എൻകൗണ്ടർ പ്രൈം ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം അതിഥികളായി പങ്കെടുക്കുന്നവർ ജനറൽ ജേക്കബ് തരകൻ, കേണൽ S. ഡിനി, ഡോക്ടർ മോഹൻ വർഗീസ്, ഒപ്പം തന്നെ ശ്രീ KP നൌഷാദ് അലി എന്നിവരാണ്. ആദ്യം ജനറൽ ജേക്കബ് തരകൻ, ഇപ്പോൾ നമ്മൾ കാണുന്ന പുതുതായി കാണുന്ന ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്ന സംഭവവികാസങ്ങളിൽ നമുക്ക് തുടങ്ങാം. മോക്ക് ഡ്രിൽ, അത് ഇന്നിപ്പോൾ നമുക്ക് പലർക്കും ഈ പുതുതലമുറയ്ക്കോ ഒക്കെ പരിചയമില്ലാത്തൊരു കാര്യമാണ്. ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളത് 71-ലാണ്. അന്നൊരു യുദ്ധം അതിനുശേഷം ഉണ്ടായി. ഈ മോക്ക് ഡ്രിൽ എന്ന സംഭവം എന്താണ് എന്നത് നമുക്കറിയില്ല. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെയൊന്ന് നടത്താൻ, ഒരു രാജ്യത്ത് അങ്ങനെ ഒരു കാര്യം നടക്കണമെന്നുള്ളത് ഉത്തരവായി വരുന്നത് എന്നതിൻ്റെ ഒരു സാഹചര്യം എന്താണ് എന്നതൊന്ന് വിശദീകരിക്കാമോ? എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതൊന്ന് വിശദീകരിക്കാമോ? മുൻപ് 71-ൽ ഉണ്ടായപ്പോൾ പിന്നീട് യുദ്ധമുണ്ടായി എന്ന് നമുക്കറിയാം. ബംഗ്ലാദേശിൻ്റെയൊക്കെ രൂപീകരണത്തിലേക്ക് വഴിവെച്ച ഒരു യുദ്ധമായിരുന്നു അത്. അപ്പോൾ ഈ നടക്കാൻ പോകുന്ന മോക്ക് ഡ്രിൽ അത് നൽകുന്ന സൂചന എന്താണ്, ജനറൽ ജേക്കബ് തരകൻ? മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഉള്ള ഭാഷയിൽ പറഞ്ഞാൽ റിഹേഴ്സൽ എന്നാണ്. അതായത് നമ്മളൊരു പരിപാടി ചെയ്യാൻ പോകുമ്പോൾ അതിനു വേണ്ടി തയ്യാറെടുത്ത് അതിന് നമ്മൾ റിഹേഴ്സ് ചെയ്ത് തയ്യാറായിരിക്കുന്നതിനാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. ഈ നടക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ റെലവൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ രാജ്യത്തെ ഒന്നായി യുദ്ധത്തിന് തയ്യാറെടുപ്പിക്കുകയും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരെയും യുദ്ധം വരാൻ പോകുന്നു അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും അഥവാ എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നാൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് പറയുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിനൊരു റിഹേഴ്സൽ ചെയ്യുവാൻ വേണ്ടിയാണ് മോക്ക് ഡ്രിൽ ചെയ്യുന്നത്. ഇത് നോർമലി സാധാരണയായി ഇത് അതിർത്തി പ്രദേശങ്ങളിലും പാകിസ്ഥാൻ്റെ ആർട്ടിലറി അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് മിസൈൽസ് വരുന്ന പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന, ഹിമാചൽ, JNK അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് സാധാരണയായി ഈ മോക്ക് ഡ്രിൽ ചെയ്യുന്നത്. എൻ്റെ അറിവിൽ ഇപ്പോൾ തന്നെ JNKയിലും പഞ്ചാബിലുമുള്ള പല സ്ഥലങ്ങളിലും ബങ്കേഴ്സ്, അതായത് സിവിലിയൻസ്, സാധാരണ പൗരന്മാർക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കയറിയിരിക്കാനുള്ള ബങ്കറുകളുണ്ട്. അതെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് ആൾക്കാർ പോകുവാനും അതിന് സാധനങ്ങൾ എടുത്ത് വെക്കുകയും ഒരു ദിവസം ഇരിക്കണമെങ്കിൽ കഴിയാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുവാൻ വേണ്ടി ഉള്ള സാവകാശം കൊടുക്കുകയും അതിനെപ്പറ്റി പറയുകയാണ്. ഇതിനോടകം തന്നെ ഞാനൊന്ന് ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ, ജനറൽ ജേക്കബ് തരകൻ, ഇപ്പോൾ ഇതിനോടകം തന്നെ പഞ്ചാബിൽ താങ്കൾ പറഞ്ഞതുപോലെ അത് ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്, തീ അണയ്ക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത്. കൂടാതെ ജമ്മു ആൻഡ് കശ്മീരിൽ കാണുന്നത് അവിടെ കുട്ടികൾ, ഇത്തരം ഒരു ആക്രമണം ഉണ്ടായാൽ എങ്ങനെയാണ് കുട്ടികൾ അതിനെ നേരിടേണ്ടത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ഒക്കെ നടന്നിട്ടുള്ള മോക്ക് ഡ്രില്ലുകളിൽ ചില ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ ബ്ലാക്ക് ഔട്ടാണ്, ലൈറ്റുകളൊക്കെ പൂർണ്ണമായും ഓഫ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് നൽകുന്ന സൂചന എന്താണ്? ഒരു യുദ്ധത്തിന് മുന്നോടിയായുള്ളതാണോ? അല്ല, അതിലേക്കാണ് ഞാൻ വന്നത്. ആദ്യമേ നമ്മൾ ഈ മോക്ക് ഡ്രില്ലിനെ പറ്റി ഒന്ന് മനസ്സിലാക്കിയാൽ പിന്നെ മുമ്പോട്ട് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാര്യം, ഒരു ബോംബ് വീണാൽ ഒന്ന് തീ പിടിക്കും, അല്ലെങ്കിൽ ബിൽഡിങ് താഴെ പോകും. അപ്പോൾ ഇവാക്വേഷൻ വേണം. അന്നേരം ആൾക്കാർ ബഹളമുണ്ടാക്കാതെ സംവേദനത്തോടെ ഒരു പറഞ്ഞിട്ടുള്ള രീതിയിൽ കൂടെ എങ്ങനെ ആൾക്കാർ പോകണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഈ മോക്ക് ഡ്രിൽ ചെയ്യുന്നത്. അതുപോലെ ഹോസ്പിറ്റൽസ്, ബ്ലഡ് ബാങ്ക്,
പിന്നെ സ്ഥാനീയമായിട്ടുള്ള ലോക്കൽ ഡിഫൻസ് ഫോഴ്സസ് അല്ലെങ്കിൽ പോലീസ്, പാരാമിലിറ്ററി ഫോഴ്സ്, പിന്നെ നമ്മളുടെ അവിടുത്തെയുള്ള വോളണ്ടറി അസോസിയേഷൻസ്, ഇതെല്ലാം കൈകോർത്ത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ബോംബ് വീണാൽ എങ്ങനെ അതിനെ പ്രതികരിക്കണം, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒത്തൊരുമയോടെ പ്രശ്നങ്ങളില്ലാതെ, അതിനുവേണ്ടിയാണ് മോക്ക് ഡ്രിൽ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിന് വാർ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു വാർ സൈക്കിക്, അതായത് എല്ലാവരും യുദ്ധത്തിന് വേണ്ടി തയ്യാറാകാൻ വേണ്ടി ഒരു ഇമോഷണൽ ബൂസ്റ്റ് പോലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ 22 മുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് പാകിസ്ഥാൻ ബോർഡറിലെ ആൾക്കാരെ അവിടുന്ന് ഒഴിച്ചു, ഇന്ത്യൻ സേന വരാൻ പോകുന്ന പേടി കൊണ്ട് അവരെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്നു, ആൾക്കാരെ ഒഴിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടത് അവിടുത്തെ ജനതയ്ക്ക് ഭീതി ഉള്ളതായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു ചെറിയ വിഷമം. ഇന്ത്യ ഒട്ടുക്കെ ഒരു മോക്ക് ഡ്രിൽ എന്ന് പറയുമ്പോൾ അതിന് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മളുടെ ശത്രു രാജ്യങ്ങൾ ഇതിനെ സോഷ്യൽ മീഡിയയിലൂടെ ഇതിന് വേറെ ഒരു നിറം കൊടുക്കുവാൻ കൂടി ചാൻസ് ഉണ്ട്. കാരണം ഇത് ഈ റിഹേഴ്സൽ ചെയ്യുമ്പോഴും ഇതിൽ കൂടെ പോകുന്ന വ്യക്തികൾക്ക് പലർക്കും ഭീതി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേറെ ഒരു സൈക്കോളജിയാണ്. ഇതൊക്കെ ഇതിൻ്റെ പാർശ്വഫലങ്ങളാണ്. ഇത് സഹിച്ചേ ഒക്കത്തുള്ളൂ. പക്ഷേ രാജ്യത്തുടനീളം എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് മോക്ക് ഡ്രിൽ വരുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ലൈറ്റ് അണയ്ക്കുക, ബ്ലാക്ക് ഔട്ട്, അത് നോർമലി രാത്രിയിലെ എയർ റെയ്ഡിന് ബിൽഡിങ് കാണാതിരിക്കാൻ വേണ്ടി, അതൊക്കെ പണ്ടത്തെ സംഭവങ്ങളാണ്. ഇപ്പോൾ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും എല്ലാം ഓൾറെഡി മാപ്ഡാണ്. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളും പാകിസ്ഥാന് മാപ്പ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഓരോ ഇഞ്ചും നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ബിൽഡിങ്ങാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്, അവരും മാപ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ ടെറസ്ട്രിയൽ ഗൈഡൻസ് ഉള്ള മിസൈൽസിന് ലൈറ്റൊന്നും വേണ്ട, അതിങ്ങ് വന്നോളും. പക്ഷേ എങ്കിലും അതിന് ഭാഗമായിട്ടാണ് ഒരു ലൈറ്റ്സ് ഔട്ട് ഡ്രിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് ഡ്രിൽ എന്ന് പറയുന്നത്. അതിന് വലിയ പ്രസക്തി ഞാൻ കാണുന്നില്ല. പക്ഷേ മറ്റുള്ള കാര്യങ്ങളിൽ ഇന്ത്യൻ ഓരോ പൗരനെയും ഒരു യുദ്ധത്തിന് ചാൻസ് ഉണ്ട് എന്നറിയിക്കുവാനും ഒന്നാകുവാനും ഒരു സൈക്കോളജിക്കൽ ബൂസ്റ്റിംഗ് കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കണം ദേശം മൊത്തം, രാജ്യമൊട്ടാകെ മോക്ക് ഡ്രിൽ ചെയ്യുവാൻ ഭരണാധികാരികൾ തീരുമാനിച്ചത്. അതെ, കേണൽ എസ് ഡിന്നി, ഇപ്പോൾ ഇതിനു മുൻപ് പറഞ്ഞു കേട്ട അറിവാണെങ്കിൽ പോലും 71 ഇങ്ങനെയൊന്നും ഉണ്ടായതിനു ശേഷം ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ജനങ്ങളൊക്കെ കരുതും ഇതൊരു യുദ്ധമുണ്ടാകുന്നതിന് മുന്നോടിയായാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന്. അപ്പോൾ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. സാധാരണഗതിയിൽ അതിർത്തിയോട് ചേർന്നുള്ള ഇടങ്ങളിൽ ആദ്യം കേട്ടത് അതിർത്തിയോട് ചേർന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ എന്നൊക്കെയാണ്. പിന്നീട് കേരളത്തിൽ തന്നെ കൊച്ചിയിലും തിരുവനന്തപുരത്തും എന്നാണ്. പക്ഷേ എല്ലാ ജില്ലകളിലും എന്നതിലേക്ക് വരുന്നത് അത് ഏത് സാഹചര്യത്തിലാണ്? ഇപ്പോൾ നാളെ ഇവിടെ നടക്കാൻ പോകുന്നത് എന്തായിരിക്കും? നമ്മളത് ഇതിനു മുൻപ് 2023 ഞാൻ ഓർക്കുന്നുണ്ട്, മൊബൈലിലൊക്കെ ഒരു വലിയ ശബ്ദം കേട്ടത്. അതൊരു ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച വലിയൊരു അലാം ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് ഈ മൊബൈൽ ഫോണിൽ നിന്നൊക്കെയുള്ള അങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ നമ്മൾ എന്താണ് നാളെ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നൊരു സാധാരണക്കാരനായൊരു പൗരന് സംശയം തോന്നാമല്ലോ. തീർച്ചയായിട്ടും മാഡം, ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് എന്താണ് ഈ സിവിൽ ഡിഫൻസ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചോദ്യത്തിലേക്ക് തന്നെ വരാം. ഫസ്റ്റ് ഇന്ത്യയിൽ 62 യുദ്ധം നടന്നപ്പോഴാണ് ആദ്യം ഇന്ത്യയിലുള്ളിൽ ഒരു യുദ്ധത്തിൻ്റെ എന്താണ് അതിൻ്റെ വ്യാപ്തി എന്ന് മനസ്സിലായത്. പിന്നെ 65 യുദ്ധം നടന്നു. അപ്പോഴൊന്നും നമ്മളിൽ ഈ സിവിൽ ഡിഫൻസോ അല്ലെങ്കിൽ സിവിലിയൻസ് എന്തോ ചെയ്യണമെന്നുള്ള ഒരു കാര്യവും ഇല്ലായിരുന്നു. അങ്ങനെയാണ് 68 ഈ സിവിൽ ഡിഫൻസ് ആക്ട് കൊണ്ടുവരുന്നതും അത് കഴിഞ്ഞിട്ട് കാലാകാലങ്ങളിൽ അതിനകത്ത് അമെൻമെൻറ്റും ഒക്കെ വരുന്നത്. അപ്പോൾ 68 ആദ്യമായിട്ട് ഈ സിവിൽ ഡിഫൻസ് ആക്ട് വരുന്നത്. അതിൻ്റെ പ്രകാരം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഇത് നോക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡയറക്ടർ ജനറൽ ഉണ്ട്, അതിനകത്ത് ഫയർ സർവീസസ്, സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ്സ്, ഇത് മൂന്നും കൂടെ ചേർത്തിട്ടാണുള്ളത്. അപ്പോൾ സിവിൽ ഡിഫൻസിന് എന്താണ് നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ ഭാരതത്തിൽ നോക്കുന്നത് വെച്ചാൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, ജീവൻ ഏറ്റവും കുറച്ച് നഷ്ടപ്പെടുക, അതായത് സേവിങ് ലൈഫ്സ്, അതാണ് ആദ്യത്തെ, അതായത് ജീവൻ രക്ഷപ്പെടുത്തുക. രണ്ടാമത്തെ സ്വത്ത്, പ്രോപ്പർട്ടീസിന് മിനിമം ഡാമേജ് ഉണ്ടാക്കുക. മൂന്നാമതായത് പ്രൊഡക്ഷൻ, അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നിൽക്കാതെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കുക. നാലാമതായിട്ട് ആളുകളുടെ ഇടയ്ക്ക് മൊറാൽ ലോ ആവാതിരിക്കാൻ അവരെ ആ രീതിയിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ ഇത് 4 ബേസിക് ആയിട്ട് സിവിൽ ഡിഫൻസിൻ്റെ ആക്ട് പ്രകാരം അതിൻ്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി
എന്തുകൊണ്ടാണ് നമ്മളിപ്പം ആദ്യം തീർച്ചയായിട്ടും സിവിൽ ഡിഫൻസിലും പറഞ്ഞ കാര്യം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സിറ്റീസിലും ടൗൺസിലും വേണ്ടിയായിരുന്നു അത് ആദ്യം ഇത് ചെയ്തത്. കാരണം എപ്പോഴും നമ്മൾ യുദ്ധം നടക്കുന്നത് ഈ രാജസ്ഥാൻ, പഞ്ചാബ് ആ ഒരു ബോർഡറിലാണല്ലോ, കശ്മീർ. പക്ഷേ പിന്നീട് അതിനെ അപ്പോൾ അങ്ങനെ ഒരു 259 ടൗൺസ് അതിനെ പിന്നെ ഡിസ്ട്രിക്റ്റ് ആക്കി മാറ്റി 259 ഡിസ്ട്രിക്ട്സ് അല്ലെങ്കിൽ പ്ലേസസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് അവർ ആ ഏരിയയിൽ സിവിൽ ഡിഫൻസ് ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് വന്നത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ മാഡം പറഞ്ഞ പോലെ ഇന്ന് കേരളത്തിലെ മിക്ക എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ എല്ലാ ജില്ലയിലും നമ്മളത് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. കാരണം 2-3 കാരണമാണ്. ഒന്ന്, ഇന്നത്തെ വാർ, നേരത്തെ ജനറൽ തരകൻ സാർ പറഞ്ഞ, അതായത് ഇന്ന് ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും പാകിസ്ഥാൻ എത്താം, പാകിസ്ഥാൻ്റെ കംപ്ലീറ്റ് ഏരിയയിലും നമുക്കെത്താം. ഒന്നത്. രണ്ടാമതായിട്ട് അതുകൊണ്ട് തന്നെ കേരളം, പ്രത്യേകിച്ച് കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ കേരളം ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആണ്, അതായത് സമുദ്രത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അവിടെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും പാകിസ്ഥാൻ നേവി വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളം. കേരളം എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിൽ മാത്രമേ പറയുന്നുള്ളൂ, പക്ഷേ അതർവൈസ് വെസ്റ്റേൺ കോസ്റ്റ് ആയാലും ശരി, ഈസ്റ്റേൺ കോസ്റ്റ് ആയാലും ശരി, അവിടെ സ്റ്റേറ്റ്സിലും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ആളുകൾക്ക് ഒരു അറിവ് വേണം, ഇങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആക്ഷൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു അറിവ് മനസ്സിനകത്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ സർപ്രൈസ് ആവത്തില്ല. ഓൾറെഡി ഇപ്പം ടി വിയിലും മറ്റു സ്ഥലത്തൊക്കെ ന്യൂസിലൊക്കെ ആളുകൾ ഓൾറെഡി കാണുന്നുണ്ട്. ഇപ്പോൾ ലക്നൌവിലൊക്കെ തുടങ്ങി, അല്ലെങ്കിൽ പഞ്ചാബ് ബോർഡറിലൊക്കെ ചെയ്യുന്നു. അപ്പോൾ അത് കണ്ട് തന്നെ ആളുകളുടെ ഉള്ളിൽ ഒരു അവയർനെസ് വരും. ആ അവയർനെസ് വന്നാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ നമുക്ക് ഈ കാഷ്വാലിറ്റീസും മറ്റു കാര്യങ്ങളും കുറയ്ക്കാനും ഒരു എന്താ പറയുക, ഒരു സ്കെയർ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ ഒരു രീതിയിലേക്കുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ഷോക്ക് എന്നുള്ള രീതിയിലേക്ക് മാറാതിരിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അപ്പുറം ഞാൻ കാണുന്ന 3 കാരണങ്ങളാണ് ഈ ഒരു മോക്ക് ഡ്രിൽ ഇപ്പം ഗവൺമെൻറ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, തീർച്ചയായിട്ടും നമ്മൾ ഒരു വലിയൊരു സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളതിൻ്റെ ക്ലിയർ ഇൻഡിക്കേഷനാണ്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചൊരു റിട്ടാലിയേഷൻ വരും. നമ്മളൊരു 100 മിസൈൽ അങ്ങോട്ട് അടിക്കാമെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒരു സൈന്യമുണ്ട്, അവരുടെ ആർമിയുണ്ട്, എയർഫോഴ്സ് ഉണ്ട്, നേവി ഉണ്ട്. അവർക്കും 1-2 അല്ലെങ്കിൽ അത് ഒരു കുറച്ച് മിസൈൽസ് അവർക്ക് തിരിച്ചടിക്കാനും അവർക്ക് സാധിക്കും. കുറേയൊക്കെ മിസൈൽസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ 100% സ്റ്റോപ്പ് ചെയ്യാൻ ഒരു സൈന്യത്തിനും പറ്റത്തില്ല. അതിൻ്റെ ലേറ്റസ്റ്റ് എക്സാമ്പിളാണ് ഇസ്രായേൽ പോലുള്ള ഒരു കൺട്രിയിൽ ഹുത്തീസ് എന്ന് പറഞ്ഞ ഭീകരവാദികൾ അടിച്ചിട്ട് പോലും അവരുടെ എയർപോർട്ടിൽ ആ മിസൈൽ ചെന്ന് വീണു. അപ്പം അങ്ങനെ വരുമ്പം ഈ ആളുകൾ ഒന്ന് പ്രിപ്പയർ ആയിരിക്കാൻ വേണ്ടിയാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, നമ്മൾ മനസ്സിലാക്കണം, പാകിസ്ഥാൻ്റെ ഉള്ളിൽ ധാരാളം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അവിടെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം നടക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി, സാമൂഹികമായിട്ട് ധാരാളം പ്രശ്നം നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന് ധാരാളം തിരിച്ചടി കിട്ടുന്നുണ്ട്. ഇന്ന് ബലൂചിസ്ഥാൻ ഫൈറ്റേഴ്സ് 6 പാകിസ്ഥാനി സൈനികരെ വധിച്ചു, ഇൻക്ലൂഡിങ് 1 മേജർ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ധാരാളം പ്രഷറുണ്ട്. പണ്ടും കാണിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ ഇങ്ങനത്തെ വിഷയം വരുമ്പോൾ അവർ ആദ്യം സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. 1971 യുദ്ധം അവർ തന്നെയാണ് ആദ്യം സ്ട്രൈക്ക് ചെയ്തത്. 65 അവർ തന്നെയാണ് ചെയ്തത്. അങ്ങനെ ഒരു പ്രിഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞ കാര്യം ചിലപ്പോൾ പാകിസ്ഥാൻ ചെയ്താൽ നമ്മൾ ആരും അതിശയിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം ഞാനിതിനെ കാണുന്ന ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആയിട്ടാണ്. അതായത് ഓൾറെഡി നമ്മൾ പാകിസ്ഥാനെ ഒരു ബുള്ളറ്റ് പോലും ഫയർ ചെയ്യാതെ ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മോക്ക് ഡ്രിൽസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ അർത്ഥം അവർ മനസ്സിലാക്കും നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. പക്ഷെ നമ്മൾ എപ്പം ചെയ്യുന്നുള്ളത് അറിയാതെ വീണ്ടും അവർ കുറച്ചും കൂടെ പ്രതിസന്ധിയിലാവാനുള്ള ഒരു സൈക്കോളജിക്കൽ വാർഫെയറിൻ്റെ ഭാഗമായിട്ട് കൂടി നമുക്കിതിനെ കാണാം. അതെ, ഏതായാലും ഇതിൽ താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നത്, ഇന്ത്യ ഒരു തയ്യാറെടുപ്പിലേക്ക് കടക്കുന്നു, അത് തള്ളിക്കളയാൻ കഴിയില്ല, അല്ലേ? തീർച്ചയായിട്ടും അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരു തയ്യാറെടുപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത് നമ്മുടെ പൗരന്മാർ അറിയണം ഇങ്ങനെ ഒരു വിഷയം വരെയാണ്. അത് ഫോർ എക്സാമ്പിൾ ഒരു എയർ റെയ്ഡ് വരെയാണ്. പ്രത്യേകിച്ച് ഇപ്പോ ഈ ഉന്നതതല യോഗങ്ങളും കൂടിക്കാഴ്ചകളും ഒക്കെ കഴിഞ്ഞ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ഇന്നും അത് നടന്നിട്ടുണ്ട്. അജിത് ഡോവലൊക്കെ 1-ലേറെ തവണ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടാതെ ഇപ്പം നാളെ യോഗങ്ങൾ വീണ്ടും നടക്കാൻ പോവുകയാണ്. സുരക്ഷാകാര്യ സമിതിയുടെ യോഗം, പിന്നീട് കേന്ദ്രമന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം നാളെ നടക്കാൻ പോവുകയാണ്. അതിനിടെയാണ് ഈ മോക്ക് ഡ്രില്ലും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ രാജ്യം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അങ്ങനെ ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയാൽ തെറ്റ് പറയാൻ കഴിയില്ല, അല്ലേ? തീർച്ചയായിട്ടും അതൊരു ഗിവൺ ആണ്. ആക്ച്വലി നമ്മൾ ഞാനതാ പറഞ്ഞത്, നമ്മൾ തീർച്ചയായിട്ടും അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. നമ്മൾ ചെയ്യും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ചിലപ്പോൾ ടൈമിങ്, ഇപ്പം പലരും ഇപ്പം 12 ദിവസമായിട്ട് എന്തുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല എന്ന്.
പക്ഷേ ഇത് 12 ചിലപ്പോൾ ഒരു മാസത്തേക്ക് ഒന്ന് പ്രൊലോങ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് നീട്ടിക്കൊണ്ട് പോവുകയാണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചെന്ന് വിചാരിക്കുക. ചിലപ്പോൾ അറിയത്തില്ല, ചിലപ്പോൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ചെയ്യുമായിരിക്കും. ഞാൻ ഒന്ന് ഒരു അസംഷൻ പറയുകയാണ്. അങ്ങനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ എന്തുമാത്രം സൈക്കോളജിക്കലായിട്ട് പ്രഷർ കൊണ്ടുവരുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഓരോ ദിവസവും അവർ ഇന്ന് ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇന്നും അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു വരും മണിക്കൂറിനുള്ളിൽ ഇന്ത്യ സ്ട്രൈക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പോൾ ഒരു രാജ്യം മൊത്തം എപ്പോൾ വേണമെങ്കിലും യുദ്ധം നടക്കാൻ വേണ്ടി പോകുന്നു, അവിടുത്തെ ആ സിസ്റ്റം മൊത്തം അങ്ങനെ നിൽക്കുന്നതിൻ്റെ ടെൻഷൻ, അത് തന്നെ ഒരു വലിയൊരു പണിഷ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതെ, തീർച്ചയായും അത് വളരെ കൃത്യവുമാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിപ്പോൾ നമ്മൾ ഈ ഇന്നലെ സംഭവിച്ച കാര്യത്തിലേക്ക് പോയാൽ, അതായത് UN രക്ഷാസമിതി അത് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് പ്രകാരം ചൈനയുടെ കൂടി മേൽക്കൈ എടുത്തുകൊണ്ട് ഒരു രഹസ്യ യോഗം നടന്നതാണ്. പക്ഷേ ആ യോഗത്തിൽ നടന്ന കാര്യങ്ങൾ അത് പുറത്തേക്കൊന്നും വന്നിട്ടില്ല. എങ്കിൽ പോലും നമുക്കത് അതിൻ്റെ എന്താണ് നടന്നതെന്നൊക്കെ INI ഉൾപ്പെടെ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ പാകിസ്ഥാന് വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് മറ്റ് അംഗരാജ്യങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. കൂടാതെ ലഷ്കർ ഇ തായിബയുടെ ഇതിൽ പങ്കെന്താണ് എന്ന് ചോദിക്കുകയാണ്. ഈ തരത്തിലേക്ക് പാകിസ്ഥാൻ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ച് കാണില്ല എന്നത് ഉറപ്പല്ലേ? കാരണം അവരിങ്ങനെ ഒരു യോഗം വിളിക്കണം എന്ന് പറയുമ്പോൾ അവർ മറ്റെന്തൊക്കെയോ ആയിരിക്കാം പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു രാജ്യം പോലും അവരെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളത് അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അവർ തന്നെ വിളിച്ചു ചേർത്ത് അവർക്ക് തന്നെ സ്വയം ഒരു തിരിച്ചടി ലഭിച്ച സാഹചര്യം. ഡോക്ടർ മോഹൻ വർഗീസ്. അനുജ, വടി കൊടുത്ത് അടി വാങ്ങിക്കുക എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. അത് തന്നെയാണ് കൃത്യമായി പാകിസ്ഥാൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സെക്യൂരിറ്റി കൗൺസിലിലേക്ക് പാകിസ്ഥാൻ ഈ വിഷയം കൊണ്ടുപോകുന്നത്. അത് അർദ്ധരാത്രി ഇന്ത്യൻ സമയം കഴിഞ്ഞ അർദ്ധരാത്രിയാണ് സെക്യൂരിറ്റി കൗൺസിലിൽ നിർണായകമായ ഒരു യോഗം. അത് അനൗപചാരിക യോഗമാണ്. 15 അംഗങ്ങളുള്ളതിൽ 13 അംഗരാജ്യങ്ങളെ ഭാരതം നേരിട്ട് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ വിശ്വാസത്തിലെടുക്കുന്ന കാഴ്ച കണ്ടു. 5 പെർമനന്റ് മെമ്പേഴ്സിൽ ചൈന ഒഴികെയുള്ള 4 സ്ഥിര അംഗങ്ങളുമായും ഇന്ത്യ സംസാരിച്ചു. 10 നോൺ പെർമനന്റ് മെമ്പേഴ്സിൽ പാകിസ്ഥാൻ ഒഴികെയുള്ള മറ്റ് 9 രാജ്യങ്ങളുമായും ഭാരതം വളരെ ഷോർട്ട് നോട്ടീസിൽ സംസാരിച്ചു. അപ്പോൾ വ്യക്തമായി ഭാരതത്തിന് നിലപാടുകൾ മുൻകൂട്ടി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവസാന നിമിഷം വീണ്ടും അറിയിക്കാൻ പറ്റി. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് പാകിസ്ഥാൻ എന്താണോ ആഗ്രഹിച്ചത് അനുജ, അതിന് നേരെ വിപരീതമായ രീതിയിലുള്ള തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയാണ് അവിടെ ഉരുത്തിരിഞ്ഞത്. നോക്കൂ, പാകിസ്ഥാന് വേണ്ടത് കാശ്മീർ വിഷയം അന്തർദേശീയവൽക്കരിക്കുക. അത് മാത്രമല്ല, ഇന്ത്യ അഗ്രസറാണ് എന്ന് കാട്ടുക, യാതൊരു പ്രകോപനവുമില്ലാതെ നദീജലം തടഞ്ഞു വെക്കുക. അത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. ഒരു പരിധിയിൽ പറഞ്ഞാൽ യുദ്ധപ്രഖ്യാപനവുമാണ്. ആ രീതിയിലാണ് പാകിസ്ഥാൻ നറേറ്റീവ് പോയത്. അത് മാത്രമല്ല, അതിർത്തിയിൽ കാര്യമായ സൈനിക സന്നാഹം ഉണ്ടാകുന്നു, ഐക്യരാഷ്ട്ര സംഘടന ഇടപെടണം. ആ രീതിയിൽ പോയി പാകിസ്ഥാൻ്റെ ആർഗ്യുമെന്റ്. പക്ഷെ മറുപക്ഷത്ത് പാകിസ്ഥാനോട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങളാണ്, വളരെ കുറിക്ക് കൊള്ളുന്ന ചോദ്യങ്ങളാണ് അംഗരാജ്യങ്ങൾ. പാകിസ്ഥാൻ സെക്യൂരിറ്റി കൗൺസിലിലെ നോൺ പെർമനന്റ് ഒരു മെമ്പറാണ് ഇപ്പോൾ എന്ന് ഓർക്കുക. അതുകൊണ്ട് അതിന് വ്യക്തമായ മറുപടി കൊടുക്കാൻ പറ്റിയില്ല. അതിലെ പ്രധാന ചോദ്യം ഇപ്പോൾ വെളിയിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലഷ്കർ ഇ തോയ്ബയുമായ നിങ്ങളുടെ ബന്ധം എന്താണ്? അപ്പം ലഷ്കർ ഇ തോയ്ബയാണ് ഈ ആക്രമണം നടത്തിയത്, അതിൻ്റെ ഒരു ഫ്രണ്ടൽ ഓർഗനൈസേഷനാണ് എന്ന ഇന്ത്യയുടെ വാദം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലെ പ്രമുഖ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അത് മാത്രമല്ല, പാകിസ്ഥാൻ്റെ മിസൈൽ പരീക്ഷണം 2 മിസൈലുകളാണ് കഴിഞ്ഞ ദിവസം 2 പുതിയ മിസൈൽ പരീക്ഷണങ്ങൾ ഉൾപ്പെടെ നടത്തിയതിൻ്റെ പിന്നിലെ സാങ്കത്യം എന്താണ്? ഇത് രണ്ടും നിർണായകമായ ചോദ്യങ്ങളായിരുന്നു. പാകിസ്ഥാൻ അതിന് മുന്നിൽ കാര്യമായി ഒന്നും തന്നെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അതെ, ഈ സ്ഥിതിവിശേഷം ഇപ്പോൾ ഈ മിസൈൽ പരീക്ഷണം അതുപോലെ തന്നെ അവരുടെ ആണവായുധ പ്രയോഗത്തെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ഈ സിറ്റുവേഷനെ എസ്കലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് അതിൽ പ്രതികരണമായി അംഗരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നത് എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്ന മറുപടി എന്നുള്ളത് ഇപ്പോൾ ഈ ജലയുദ്ധം എന്നവർ തന്നെ വിശേഷിപ്പിക്കുന്നത്, സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്, പിന്നീട് അതിനെ തുടർന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ജലം ഒരു ആയുധമല്ല, അത് ജീവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നാണ്. അതിൽ ഒരു കണക്കൊക്കെ അവർ വെച്ചതായി 2.4 മില്യൺ പാകിസ്ഥാനികളെ താങ്ങി നിർത്തുന്നതാണ് ഈ വെള്ളം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെയൊക്കെ അവർ വിമർശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്നലെ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഒരു കൺഫ്രണ്ടേഷൻ ഒരിക്കലും പാകിസ്ഥാൻ തയ്യാറല്ല, നമ്മൾ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ സുരക്ഷ പക്ഷെ കാത്തു സൂക്ഷിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആ തരത്തിലേക്ക് അവർ പറയുകയാണ്. പക്ഷെ അപ്പോഴും
ഡോക്ടർ മോഹൻ വർഗീസ്, എന്തുകൊണ്ടാണ് ഇത്രയും മില്യൺ ആളുകളുടെ ജീവനാണ് ഈ ജലമെന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു പിന്തുണ അവർക്ക് കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഒരു നിലപാട് നോക്കൂ. ഈ വിഷയം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഏറ്റെടുക്കണം, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ശ്രദ്ധ പതിയണം, നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ ഇന്ത്യ നടത്തിയ അന്വേഷണത്തിൽ ഏതാണ്ട് തൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു ലോക മനസ്സിനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സെക്യൂരിറ്റി കൗൺസിലിൽ കണ്ടത്. പാകിസ്ഥാൻ പറഞ്ഞ ഒരു കാര്യം വളരെ വളരെ വൈകാരികമായ ഒരു വിഷയമാണ്. ജലത്തെ നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ ജലം ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. പാകിസ്ഥാൻ പ്രത്യേകമായി സൂചിപ്പിച്ചു, കഴിഞ്ഞ ദിവസം ഝലം നദിയിലെ, കഴിഞ്ഞ ആഴ്ചയാണ് 6 ദിവസം മുൻപ് ഝലം നദിയിലെ അണക്കെട്ടുകളുടെ ഡാം കാര്യമായി തുറന്നു വെച്ചപ്പോൾ ചെറിയ തോതിലുള്ള ജലപ്രളയം ഉണ്ടായി ലോവർ റൈപ്പേറിയൻ ഏരിയാസിൽ. അതുമാത്രമല്ല, ഇന്നലെ ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ചെനാബ് നദിയുടെ ഷട്ടറും കാര്യമായി ഉയർത്തിയപ്പോൾ അവിടെ വീണ്ടും ഒരു ജലപ്രളയമുണ്ടായി. അപ്പം ജലം ബോംബായി, ആയുധമായി, പ്രളയമായി വരാം. അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഖരീഫ് ക്രോപ്സിനുള്ള ഏതാണ്ട് 27% ഈ ഖരീഫ് ക്രോപ്സിൻ്റെ ഒരു വിളവ്, അതെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഈ ജലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ വലിയ കണ്ണീര് വീഴാൻ പോവുകയാണ്. അത് തീർച്ചയായും ഒരു മനുഷ്യാവകാശ വിഷയമായി പാകിസ്ഥാൻ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അതുമാത്രമല്ല, അപ്പം ഈ ജലത്തെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനമായി ഉണ്ടായത്. പക്ഷെ അതേക്കുറിച്ച് ലോകരാജ്യങ്ങൾ യാതൊന്നും മിണ്ടിയില്ല. ഫണ്ടമെന്റൽ കാര്യം, യുണൈറ്റഡ് നേഷൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കളക്റ്റീവ് സെക്യൂരിറ്റി ആണെന്ന് ഓർക്കുക. അത് ഒരു രാജ്യം ആക്രമണ വിധേയമാവുകയാണെങ്കിൽ അത് ഇന്ത്യയാണ് ഇപ്പോൾ ആക്രമണ വിധേയമായിരിക്കുന്നത്. ഇന്ത്യ അല്ല വിഷയം കൊണ്ടുപോയിട്ടുള്ളതെന്ന് ഓർക്കണം. അഗ്രസ്തരായി ചിത്രീകരിക്കപ്പെടുന്ന പാകിസ്ഥാനാണ് വിഷയം ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുപോയത്. അങ്ങനെയെങ്കിൽ തങ്ങൾ അഗ്രസ്തരല്ല, അഗ്രീവ്ഡ് ആണ് എന്ന് തെളിയിക്കാൻ തക്ക യാതൊന്നും തന്നെ പാകിസ്ഥാന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. മറുവശത്ത് ഇന്ത്യ അഗ്രീവ്ഡ് നേഷനാണ് എന്നത് ഫലപ്രദമായി ചൂണ്ടിക്കാട്ടാനും കഴിഞ്ഞു. ഇത് തന്നെയാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയം എന്ന് പറയുന്നത്, അനുജ. അതെ. എൻകൗണ്ടർ പ്രൈമിലേക്ക് ശ്രീ കെ പി നൌഷാദ് അലി, ഇപ്പോൾ ഇതിനോടകം തന്നെ 13 കാര്യങ്ങൾ അത് പാകിസ്ഥാനെതിരെ പല തലങ്ങളിലായി ഇന്ത്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ട്രാവൽ ബാൻ, അതുപോലെ തന്നെ വെള്ളം, ട്രേഡ്, ഇങ്ങനെ പല 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 തലങ്ങളിൽ അതിൻ്റെയൊക്കെ പരിണിത ഫലം പാകിസ്ഥാൻ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ UN സെക്യൂരിറ്റി കൗൺസിൽ സംഭവിച്ചത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. കൂടാതെ മറ്റ് രാജ്യങ്ങൾ, ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ, അതിലേറ്റവും ഒടുവിൽ ഇന്നലെ നമ്മൾ കണ്ടത് റഷ്യ വ്ലാദിമിർ പുടിൻ പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിച്ചുകൊണ്ട് പൂർണ്ണ പിന്തുണ അറിയിക്കുന്ന കാഴ്ച. ഇന്നിപ്പോൾ അമേരിക്കയുടെ പരസ്യ പ്രതികരണം വരികയാണ്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം എന്ന് പറയുന്നു. തുടക്കത്തിൽ അവർ ഒരു അഴകുഴമ്പൻ നിലപാട് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് സ്വീകരിച്ചുവെങ്കിൽ പോലും ഇപ്പോൾ കൃത്യമായി തന്നെ ഇന്ത്യക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുകയാണ്. കൂടാതെ ജപ്പാൻ, ഇന്നലെ പ്രതിരോധ മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു, അവരുടെ പിന്തുണയുണ്ട്. അങ്ങനെ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഇപ്പോൾ ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതായി നമുക്കറിയാം. അതിൽ നമുക്ക് അത്ഭുതവുമില്ല. തുർക്കിയുടെ കാര്യത്തിലും ഒരുപക്ഷെ അത് അങ്ങനെയൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്കൊക്കെ വേറെ താല്പര്യങ്ങളുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു രാജ്യം പോലും, ഒരു രാഷ്ട്രം പോലും ഇന്ത്യയെ വിമർശിക്കുന്നത് നമ്മൾ കാണുന്നില്ല. UN-ൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇതുവരെ എടുത്തിട്ടുള്ള സ്റ്റെപ്പുകളുടെ വിജയം, അല്ലെങ്കിൽ ഒരു നയതന്ത്ര വിജയം ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമല്ലേ ഇതെല്ലാം? തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളുടെ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി വരുന്നതിൽ ഇന്ത്യക്കാരായ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന ബോധം അതിനകത്തുണ്ട്. പക്ഷേ എനിക്കതിനോടൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും ഒരു അയൽ രാഷ്ട്രങ്ങളാണ്. നമ്മുടെ അയൽപക്കത്തും ഒരുപിടി രാജ്യങ്ങളുണ്ട്. ഇവിടെ ശ്രീലങ്കയുണ്ട്, നേപ്പാളുണ്ട്, മാലിദ്വീപുണ്ട്, മ്യാൻമറുണ്ട്, ഇത്തരത്തിലൊക്കെയുള്ള രാജ്യങ്ങളുണ്ട്. അവരുടെ കൂടെ പിന്തുണ ആർജിക്കാനും സമാഹരിക്കാനും അവരെ കൂടി പാകിസ്ഥാനെതിരെ അണിനിരത്താനും വേണ്ട നടപടികൾ ഇന്ത്യ കൈക്കൊള്ളേണ്ടതുണ്ട്. ഇങ്ങനെ അയൽക്കാർ ഒന്നടങ്കം ഒരുമിച്ച് പാകിസ്ഥാൻ്റെ അന്യായത്തിനെതിരെ നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ വാക്കുകൾക്ക് ഒരു മുഴക്കം കൂടുക എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം, തീർച്ചയായിട്ടും ഇവിടെ ഒരു യുദ്ധമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വേദനാജനകമായൊരു കാര്യം തന്നെയാണ്. യുദ്ധത്തിൽ അങ്ങനെ ആരെങ്കിലും ഏകപക്ഷീയമായിട്ട് വിജയിച്ചതിൻ്റെ ഒരു ചരിത്രമൊന്നും ലോകത്ത് എവിടെയുമില്ല. പക്ഷേ പാകിസ്ഥാന് അനിവാര്യമായ ഇനിയൊരു തവണ കൂടി ഇത്തരത്തിൽ ഇന്ത്യക്ക് നേരെ ഇത്തരം കുൽസിത പ്രവൃത്തികളുമായി വരാത്ത വണ്ണമുള്ള അവർക്കൊരു മറുപടി ഇന്ത്യ
നൽകിയേ തീരൂ എന്നുള്ള കാര്യത്തിലും നമുക്ക് യാതൊരു തർക്കവുമില്ല. അത് എത്തരത്തിലാവണം എന്നുള്ളത് വലിയ പിന്നെ പരിണിതപ്രജ്ഞരായ പിന്നെ ആളുകളൊക്കെ അടങ്ങിയ ഇന്ത്യൻ സൈന്യത്തിൻ്റെ തീരുമാനത്തിന് നമ്മുടെ രാജ്യം വിട്ടുകൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് വളരെ ശക്തിമത്തായ യുക്തിപൂർവമായ ഒരു തീരുമാനവും നടപടിയും ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പക്ഷേ ആ പ്രതീക്ഷ കോൺഗ്രസിൽ പല നേതാക്കൾക്കും ഉൾപ്പെടെ ഇല്ല എന്നുള്ളതല്ലേ ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ അജയ് റായുടെ ഭാഗത്തു നിന്ന് കണ്ടത്. അദ്ദേഹം ഒരു വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത് ശരിയാണോ? അല്ല, എന്താ ചോദ്യങ്ങൾ? അല്ല അനുജ, ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലേ? നമ്മൾ വായ മൂടിക്കെട്ടി മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖമെന്ന് ഉരുവിട്ട് വാഴുന്ന കൈകളിൽ വളയിടാൻ വേണ്ടി മത്സരിച്ച് ഇങ്ങനെ നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? നമുക്ക് കൃത്യമായ ചോദ്യങ്ങളുണ്ട്. കാരണം ഇന്ന് AICCയുടെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ പരസ്യമായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പിന്നെ പഹൽഗാമിലും അനന്തനാഗ് ജില്ലയുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലെയും സെക്യൂരിറ്റി വിഷയങ്ങളെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകുകയും അതുപ്രകാരം ശ്രീനഗർ കത്വ റെയിൽവേ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് നരേന്ദ്രമോദി പിൻവാങ്ങുകയും ചെയ്തു. അങ്ങനെ പ്രധാനമന്ത്രി പിൻവാങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴും ഈ പറഞ്ഞ പഹൽഗാമിലെ പാവപ്പെട്ട ടൂറിസ്റ്റുകളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് 3 ടയർ സെക്യൂരിറ്റി സിസ്റ്റമുള്ള അവിടെ ഈ അപകടമൊക്കെ കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം അവിടെ രക്ഷാ സൈനികർ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമില്ല എന്ന് നിങ്ങൾ ഗോഡി മീഡിയയെ പോലെ സ്ഥാപിക്കുന്നത് ശരിയല്ല. അത് നമ്മൾ സ്ഥാപിക്കുന്നില്ല. ഞാനൊരു സംശയം ചോദിച്ചതാണ്. ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ തിരിച്ചടിക്കാത്തത് എന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കാരണം അതിന് കൃത്യമായൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കാമല്ലോ. സൈന്യത്തിന് പൂർണ്ണമായ അധികാരം വിട്ടുകൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൽ കൂടിയാലോചന വളരെ പെട്ടെന്ന് നമുക്കൊരു ഔട്ട്റൈറ്റ് വാറിലേക്ക് കടക്കാൻ പറ്റില്ല. അതിൽ കൂടാതെ ഈ ആദ്യം പറഞ്ഞതുപോലെ 13 കാര്യങ്ങളിലാണ് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത് ഇന്ത്യ. അവർ അതിൻ്റെ പരിണിതഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കൂടാതെ തിരിച്ചടി ലോകരാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയും പിന്തുണ ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ട് ചെന്നെത്തിച്ചിട്ടുണ്ട്. അടുത്ത പടി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ എവിടെ തിരിച്ചടി എന്ന് ചോദിക്കുന്നത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് എത്താം. കേണൽ എസ് ഡെനി, ഇപ്പോൾ ആ ചോദിച്ച ഞാൻ അങ്ങനെ അല്ലല്ല, നിങ്ങൾ അങ്ങനെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. ഞാൻ അല്ലല്ല 3/4 മണിക്കൂർ കാത്തു നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അസഹിഷ്ണുത കാട്ടി എൻ്റെ അടുത്ത് പോവരുത്. ഇത് ജനാധിപത്യ ഈ രാജ്യത്തെ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടാവുന്ന അല്ല നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഈ രാജ്യത്തിന്റെ കാര്യം പറയാനാ വന്നിരിക്കുന്നത്. ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരുടെ സുരക്ഷാ ഭീതിയെക്കുറിച്ച് പറയാനാ വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ കാശ്മീർ എല്ലാ ടെററിസ്റ്റ് ഫ്രീ ആയ സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആക്രമണം ഉണ്ടായത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അമർനാഥ് തീർത്ഥാടകരുടെ പിന്നെ തീർത്ഥ പ്രവാഹം അവിടെ 10,000-കണക്കിന് പേരുടെ വലിയ പ്രവാഹത്തിന് അവിടെ ആരംഭം കുറിക്കുകയാണ്. തിരശ്ശീല ഉയരുകയാണ്. എന്ത് സെക്യൂരിറ്റി മെഷേഴ്സും എന്ത് ഇന്റലിജൻസ് സംവിധാനമൊക്കെയാണ് കൃത്യമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് എന്നറിയാൻ ഈ രാജ്യത്തിന് താല്പര്യമുണ്ട്. ഈ വലിയ വീഴ്ചയിൽ മുമ്പൊക്കെ വീഴ്ചയുണ്ടായ കാലത്ത് ആഭ്യന്തരമന്ത്രിമാർ രാജിവെച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൻ്റെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അത്തരത്തിലൊക്കെയുള്ള വലിയ രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ പാകിസ്ഥാനെതിരെ തിരിച്ചു വിട്ടുകൊണ്ട് മറച്ചു പിടിക്കാൻ ശ്രമിക്കരുത്. പാകിസ്ഥാനെതിരെയുള്ള വികാരത്തിൽ ഞങ്ങളൊക്കെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഇവിടെ 100-ലധികം വളരെ മോശമായ മതധ്രുവീകരണം ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വ്യത്യസ്ത സംഘടനകളും വ്യക്തികളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്താ ഇന്ത്യ രാജ്യത്തിന്റെ നിലപാട്? ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഈ രാജ്യം ഒറ്റക്കെട്ടായി ഒന്നടങ്കം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ബാധ്യത ഈ രാജ്യത്തെ സർക്കാരിനുണ്ട്. ആ കാര്യത്തിൽ സർക്കാർ എത്രമാത്രം വിജയമാണ് എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. അതിന്റെ മുമ്പിൽ നിങ്ങൾ അസഹിഷ്ണുത കാണിക്കരുത്. പൊതുശത്രുവിനെ ശരി. കേണൽ ഡെന്നി, ഇപ്പോൾ ഈ കോൺഗ്രസ് ഉന്നയിക്കുന്ന ചോദ്യം, ഇന്നിപ്പോൾ മല്ലികാർജുൻ ഖർഗെ ചോദിച്ച ചോദ്യം, അത് നേരത്തെ തന്നെ ഇന്റലിജൻസ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന 71 യുദ്ധം വിജയിപ്പിച്ച പിന്നെ വലിയൊരു പാർട്ടിയാ കോൺഗ്രസ്. ഈ കോൺഗ്രസ് എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെയൊന്നും പുച്ഛത്തോടു കൂടി ഒരു പുച്ഛവും ഇല്ല. താങ്കൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇതിൽ പുച്ഛത്തിന്റെ ഒരു കാര്യവുമില്ല. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ശ്രീ കേണൽ എസ് ഡെന്നി, പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അതിൽ തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഉന്നയിക്കുന്ന വിഷയം, ഇന്നിപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് നേരത്തെ തന്നെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതാണ്. ഏപ്രിൽ 19 ഇത് കിട്ടി.
പിന്നീട് 3 ദിവസത്തിന് ശേഷമാണ് ഈ അറ്റാക്ക് നടക്കുന്നത്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കശ്മീർ യാത്ര റദ്ദാക്കി. എന്തുകൊണ്ടാണ് ഇതിലൊരു നടപടിയിലേക്ക് പോകാതിരിക്കുന്നത് എന്ന ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം നൽകേണ്ടുന്ന ചോദ്യമാണ്. എന്തെങ്കിലും മറച്ചു വെക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നതാണ് സംശയം. നോക്കൂ മാഡം, ആ ചോദ്യം നേരത്തെ പറഞ്ഞല്ലോ, ചോദ്യം ചോദിക്കാൻ ആർക്കും ഒരു തടസ്സമില്ല. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. ചോദ്യങ്ങൾ ചോദിക്കാം, ചോദ്യങ്ങൾ പുറത്തുള്ളവർക്കും ചോദിക്കാം, സാധാരണക്കാർക്കും ചോദിക്കാം, പ്രതിപക്ഷ നേതാവിനും ചോദിക്കാം, എല്ലാവർക്കും ചോദിക്കാം. അതിനകത്ത് ഒരു സംശയമില്ല. അതിനകത്ത് ഈവൻ സൈന്യത്തിൻ്റെ അഗേൻസ്റ്റ് ആണെങ്കിലും ചോദിക്കാം. ഒരു പ്രശ്നം ആരും പറയുന്നില്ല. പക്ഷെ ചോദിക്കുന്ന രീതി എങ്ങനെയാണ്, അത് എപ്പോഴാണ് ചോദിക്കുന്നതാണ് പ്രസക്തി. ഇപ്പം ആദ്യം നേരത്തെ മാഡം തന്നെ പറഞ്ഞ റഫാൽ യുദ്ധവിമാനത്തിൻ്റെ അത് ചോദ്യം ചോദിക്കുകയല്ലായിരുന്നു അദ്ദേഹം. അതായത് ഇത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നതല്ല. അദ്ദേഹം കാണിച്ച എന്താണ്, അദ്ദേഹം ഒരു വീഡിയോ എടുത്തിട്ട് ഒരു റഫാലിന്റെ ഒരു ടോയ് പോലത്തെ ഒരു സാധനം, അതിനകത്ത് മുളകും നാരങ്ങയും കൂടെ കെട്ടിവെച്ചിട്ട് അത് പറയാണ് ഇത് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയുള്ള നാരങ്ങയും കൂടെ വെച്ചിട്ട് കാണിക്കുക. അപ്പൊ അതൊരു പരിഹാസമല്ലേ? അപ്പൊ ഈ റഫാൽ പറപ്പിക്കുന്ന പൈലറ്റ്സിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അവരെന്തായിരിക്കും, അവരവരുടെ ജീവനും പണയം വെച്ചിട്ട് പറപ്പിച്ച് നമ്മളെ രാജ്യത്തിന്റെ എയർ സ്പേസ് എല്ലാം സേഫ് ആക്കി വെക്കുമ്പോൾ ഇത് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ അതൊരു പരിഹാസമായിട്ട് തോന്നത്തില്ലേ? തോന്നും, തീർച്ചയായിട്ടും. അതാണ് ചോദ്യങ്ങൾ. അതേ മിസ്റ്റർ റായ് ചോദിക്കുകയാണ്, നമ്മൾ എന്തുകൊണ്ട് ഇതുവരെ തിരിച്ചടി നടക്കുന്നില്ല എന്ന് ചോദിച്ച വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ്. അതിന് ഗവൺമെന്റ് പറയും നമ്മൾ തയ്യാറെടുക്കുകയാണ്, അല്ലെങ്കിൽ അത് നമ്മൾ ഗൗനിക്കാതിരുന്നിട്ടുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ കേണൽ ഡിന്നി? ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കിട്ടിയതാണ്. 3 ദിവസം മുൻപ് മുന്നറിയിപ്പ് കിട്ടി. പ്രധാനമന്ത്രി യാത്ര ക്യാൻസൽ ചെയ്തു. ഇവിടെ കൃത്യമായ സുരക്ഷയുണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറാൻ കഴിഞ്ഞത്? നടന്നോ കുതിരപ്പുറത്തോ അല്ലാതെ എത്താൻ കഴിയാത്തൊരു സ്ഥലത്താണ് ഈ ഭീകരാക്രമണം ഉണ്ടായത്. എങ്ങനെ അവർക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞു? ഇത് തുറന്നു കൊടുത്തത് എങ്ങനെയാണ്? അമർനാഥ് യാത്രയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് ഇപ്പോൾ തുറന്നു കൊടുത്തത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതൽ പ്രസക്തമായി വരികയല്ലേ കേണൽ? തീർച്ചയായിട്ടും അതിനകത്ത് സംശയം. ഞാൻ പറഞ്ഞില്ലേ, ചോദ്യങ്ങൾ ചോദിക്കാം മാഡം, അതിനകത്തൊരു സംശയമില്ല. ഇപ്പം ചോദിച്ചത് എന്താണ്, ഇന്റലിജൻസ് റിപ്പോർട്ടില്ലേ? ഇപ്പം ജനറൽ തരകൻ സാറിനൊക്കെ അറിയാം, ഇന്റലിജൻസ് എന്ന് പറയുന്നത് കശ്മീരിനെ സംബന്ധിച്ചോളം ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇന്റലിജൻസ് അവിടെ വന്നുകൊണ്ടേയിരിക്കും. ആയിരക്കണക്കിന് ഓപ്പറേഷൻസ് ആണ് കശ്മീരിൽ എല്ലാ ദിവസവും നടക്കുന്നത്. 100 കണക്കിന് ബറ്റാലിയൻസും CRPF എല്ലാം കൂടെ ചേർന്നിട്ട് ബറ്റാലിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ആയിരക്കണക്കിന് ഓപ്പറേഷൻസ് കിടക്കും. 1000-നും മുകളിലുള്ള ഇന്റലിജൻസ് ആണ് വരുന്നത്. അതിനകത്ത് 1-2 ഇന്റലിജൻസ് ആയിരിക്കും ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാം സ്പെക്കുലേഷൻസ് ഒക്കെ. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഇന്റലിജൻസും നമ്മൾ ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഇന്റലിജൻസ് ഉണ്ടായിരുന്നോ, കൃത്യമായിട്ട് ഏത് രീതിയിലുള്ള ഇന്റലിജൻസ് ആണോ, എന്തായിരുന്നു എന്നുള്ള ഒരിക്കലും ഞാനോ ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റ് ആരും അറിയാൻ പോകുന്നില്ല അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് എന്താണെന്ന്. ഇനി 16-ാം തീയതി ആയിരുന്നു ഈ പരിപാടി. 19-ാം തീയതി ആയിരുന്നു തോന്നുന്നു എനിക്ക് പരിപാടി. ആ 19-ാം തീയതി പരിപാടിയിൽ പ്രൈം മിനിസ്റ്റർ മോദി ഉധംപൂരിൽ നിന്ന് കട്രയിലേക്ക് വന്നിട്ട് കട്ര ശ്രീനഗർ ബാരാമുള്ള ഒരു റെയിൽ പാതയുടെയും വന്ദേ ഭാരതിൻ്റെയും ഉദ്ഘാടനമായിരുന്നു. അപ്പം പെഹൽഗാമിലാണ് ഇത് നടന്നത്. പെഹൽഗാം ശ്രീനഗറിലാണ്, കശ്മീരിലാണ്, കട്ര ജമ്മുവിലാണ്. അപ്പോൾ അദ്ദേഹം ജമ്മുവിൽ വന്നില്ല എന്നതിൻ്റെ അർത്ഥം ജമ്മു ശ്രീനഗർ തമ്മിൽ തന്നെ എത്ര കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ഇന്റലിജൻസ് ഇവിടുത്തെ ഇന്റലിജൻസ് ആയിരുന്നോ, ശ്രീനഗറിലെ ഇന്റലിജൻസ് ആയിരുന്നോ, എന്ത് ഇന്റലിജൻസ് ആണ്? ഇതൊക്കെ ഒരു നമ്മൾ പറയുമ്പം നമ്മൾ ആ ഫാക്ട്സും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ. രണ്ടാമത്തെ കാര്യം, തീർച്ചയായിട്ടും വീഴ്ചകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമിയിലുള്ള സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ആരെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് കണ്ടെത്തുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള പണിഷ്മെന്റ് പോലെ രീതിയിലുണ്ട്. എത്രയെത്ര ഓഫീസേഴ്സിൻ്റെ ഒക്കെ കരിയർ കഴിഞ്ഞിട്ടുള്ളതെന്ന് അറിയാം ഒരു ചെറിയ മിസ്റ്റേക്കിന്റെ പേരിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആരും ഒന്നും ഒളിപ്പിക്കാനൊന്നും വേണ്ടിയല്ല. പക്ഷേ നമ്മളിപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? ഇപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ ആദ്യം ഈ ഭീകരവാദികളെ ചെയ്ത് അവരെ കണ്ടെത്തുക, രണ്ടാമത് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിന്ന് തിരിച്ചടിക്ക് കൊടുക്കുക. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവേ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു രീതി ഉണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ അങ്ങും ഇങ്ങും ഒക്കെ ചില രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ്സ് വരും. അതും ഇന്ത്യയെ സംബന്ധിച്ചോളം അതും എനിക്ക് തോന്നുന്നു അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ്. എത്ര ആയാലും ഇത്രയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് വരും തന്നെയാണ്. പക്ഷെ പൊതുവെ ഭാരതത്തിൽ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള സാധാരണക്കാരുടെ ഇടയിൽ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു സ്വരം തന്നെയാണ് ഇതുവരെ ഉള്ളത്. അതെ, ജനറൽ ജേക്കബ് തരകൻ, ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയേണ്ടത് സമയം ഇതല്ലാത്തത് കൊണ്ട് മറുപടി പറയാത്തതാകാം അല്ലേ സർക്കാർ? ഇതിനൊക്കെ മറുപടി ഉണ്ടാകില്ലേ കൃത്യമായി തന്നെ? കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ്. നേരത്തെ തന്നെ റിപ്പോർട്ട് കിട്ടിയിട്ടും എന്തുകൊണ്ട് ആക്ട് ചെയ്യാതെ ഇരുന്നോ, സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക്. പക്ഷേ നമ്മൾ ഈ സമയത്ത് ഇതിനുള്ളിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് അഡ്വാൻറ്റേജ് പാകിസ്ഥാൻ എന്ന തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കുമോ ഒരുപക്ഷെ ഇതിന് ഉത്തരം ഇപ്പോൾ
തരാതെ പിന്നീട് തരാമെന്ന തരത്തിലേക്കാകുമോ കേന്ദ്രത്തിന്റെ നീക്കം? ജനറൽ ജേക്കബ് തരകൻ. അനുജ, ഇതിനകത്ത് ഈ ചോദ്യത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്നൊരു പൊളിറ്റിക്കൽ വശവും ഒന്നൊരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫങ്ഷണൽ പ്രൊഫഷണൽ വശവും. ഞാൻ ഈ പൊളിറ്റിക്കൽ വശം ഒന്ന് മാറ്റി നിർത്തി പ്രൊഫഷണൽ വശം അതായത് ഓപ്പറേഷണൽ വശം നോക്കി അതിൻ്റെ ഉത്തരം ആദ്യം തരാം. ഏതൊരു സംഭവം നടന്നാലും അത് വിജയിച്ചാൽ എന്തുകൊണ്ട് വിജയിച്ചു, അല്ലെങ്കിൽ തോൽവി അല്ലെങ്കിൽ കുറവ് വന്നാൽ എന്തുകൊണ്ട് വന്നു എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ് ഇന്ത്യൻ ആർമിയിലും സെക്യൂരിറ്റി വിഭാഗത്തിലെല്ലാവരും. അത് ചോദിക്കണം, ചോദിച്ച് അതിൻ്റെ ഉത്തരം വാങ്ങണം. കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പം കണ്ടുപിടിച്ച് അതിന് പ്രതിവിധി ചെയ്യണം. എപ്പോൾ ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്നുള്ളതൊക്കെ രാഷ്ട്രീയപരമായിട്ട് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. 62 യുദ്ധത്തിന് നടക്കുമ്പോഴും നടക്കുന്നതിന് മുമ്പും നടന്നു കഴിഞ്ഞും പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പാർലമെൻറ്റിൽ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ, വളരെ തീക്ഷ്ണമായിട്ടുള്ള ക്വസ്റ്റ്യൻ അദ്ദേഹം എണ്ണിച്ച് നിന്ന് മറുപടി പറയുകയും അതൊക്കെ റെക്കോർഡിലുള്ളതാണ്. അതുപോലെ തന്നെ 71 വാർ വന്നപ്പോഴും പല പാർട്ടികളും അതിനെതിരെ പറയുകയും അവർക്കെല്ലാം ഉത്തരം കൊടുക്കുക. എപ്പോഴാണ് ചോദിക്കേണ്ടതെന്നുള്ളത് ചോദ്യകർത്താവിൻ്റെ ഒരു യുക്തിയാണ്. അതിനെ കുറ്റം പറയാനൊക്കത്തില്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ രാഷ്ട്രത്തിൽ പല മതങ്ങളും പല പാർട്ടികളും പല വിശ്വാസങ്ങളും പല ഐഡിയോളജിയും ഉള്ള സ്ഥലത്ത് ഈ ക്വസ്റ്റ്യൻസ് വളരെ ന്യായവും യുക്തവുമാണ്. അതിന് ഉത്തരം കൊടുക്കുകയും അല്ലെങ്കിൽ ഈ ചോദിക്കുന്നവരെ നമ്മുടെ ചേർത്ത് പിടിച്ച് ഇതുകൊണ്ടാണെന്ന് പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് അവരെ ഇരുത്തി നാളത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് അല്ലെങ്കിൽ മന്ത്രിസഭാ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ ഒപ്പോസിഷൻ പാർട്ടീസിനെ ആൾക്കാരെ വിളിച്ച് ബ്രീഫ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ യോഗം ചേർന്ന് ഒരു മന്ത്രിസഭാ യോഗമൊക്കെ ഉണ്ടാകും, അതിനുശേഷം ബ്രീഫിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കാത്തിരുന്നു, എന്തോ പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് ആണ്. അതിനുശേഷമാണ് ആ ജാതി സെൻസസിന്റെ അനൗൺസ്മെന്റ് വരുന്നത്. അത് നമുക്കൊരു അല്പം അൺഎക്സ്പെക്റ്റഡ് ആയി തോന്നി. ഇപ്പം നാളെ യോഗം ചേരാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് എന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ ബ്രീഫിംഗ് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയാം. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ വ്യോമപാത അടയ്ക്കുക എന്നുള്ളത് അത് ഇന്ത്യയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മറ്റ് വിദേശ രാജ്യങ്ങൾ കൂടി ആ വ്യോമപാത ഒഴിവാക്കി എന്നുള്ളതാണ്. അതിലൂടെയൊക്കെ അവർക്കുണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി എന്നത്. കൂടാതെ ഇപ്പോൾ അവരുടെ മില്യൺ കണക്കിനുള്ള കർഷകരുടെ ജീവനാഡിയായ ജലമില്ലാതെ വരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എന്നത് അതൊക്കെ ഈ അസീം മുനീർ എന്ന് പറയുന്ന മുൻ ISI ഏജന്റായ അവരുടെ സൈനിക മേധാവി അയാളുടെ ചില ദുഷ്ടലാക്കുകൊണ്ട് നടത്തിയ ഒരു ആക്രമണത്തിന്റെ പരിണത ഫലം ആ ജനത മുഴുവൻ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഒരു ആഭ്യന്തര അവസ്ഥ എന്തായിരിക്കാം, അവിടുത്തെ ജനങ്ങളുടെ വികാരം എന്തായിരിക്കാം? ഡോക്ടർ മോഹൻ വർഗീസ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അനുജ, പരിതാപകരമായ ആഭ്യന്തര സാഹചര്യമാണ്. അത് ആഭ്യന്തര സുരക്ഷയുടെ സാഹചര്യമാണെങ്കിലും ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ സാഹചര്യമാണെങ്കിലും തീർച്ചയായും പാകിസ്ഥാനുള്ളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് തീർത്തും പരിതാപകരമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇവർ ബെയിൽ ഔട്ട് പാക്കേജിലൂടെ പോവുകയാണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ബെയിൽ ഔട്ട് പാക്കേജാണ്. തീർത്തും ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഒരു $7 ബില്യൺ ഒരു പുനരുദ്ധാന പദ്ധതി, അത് 2024 തുടങ്ങി 3 വർഷത്തേക്ക് നീളേണ്ട പദ്ധതിയാണ്. അതിൻ്റെ മിഡ് പോയിന്റിൽ വെച്ചാണിത്. അപ്പോൾ ഇന്ത്യ വളരെ വിജയകരമായി ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സ് ആ ഒരു സമിതിക്ക് മുമ്പിൽ കണക്കുകൾ സഹിതം ഹാജരാക്കുകയാണ്. പാകിസ്ഥാന് ലഭിക്കുന്ന സഹായങ്ങൾ, പുറത്തുനിന്ന് ലഭിക്കുന്ന ലോണാകട്ടെ മറ്റ് സഹായങ്ങളാകട്ടെ, ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും സൈന്യത്തിൻ്റെ അനാരോഗ്യപരമായ പ്രവർത്തനത്തിന് വേണ്ടി ഈ സൈന്യത്തിലൂടെ തന്നെയാണ് പലപ്പോഴും റൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സൈന്യത്തിൻ്റെ തലപ്പത്തുള്ള അസിം മുനീർ എന്ന സൈനിക മേധാവി, കരസേനയുടെ മേധാവി, അദ്ദേഹത്തിൻ്റെ ചില മോഹങ്ങൾ, അതിമോഹങ്ങൾ, ഇവിടെ ഒരു യുദ്ധമുണ്ടാകേണ്ടത്, സംഘർഷമുണ്ടാകേണ്ടത് പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട്, ലഷ്കർ-ഇ തോയ്ബ എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുകയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സിവിലിയൻസിനെതിരെ ആക്രമണം നടത്തുകയും അൺആക്സെപ്റ്റബിൾ ഡാമേജസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ത്യക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല. ആ ഒരു പ്രതികരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൽ നിന്നുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ്.
അദ്ദേഹത്തിന് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രസിഡന്റുമായി മാറണം. പ്രസിഡന്റ് സ്ഥാനമാണ് അദ്ദേഹം നോക്കുന്നത്. മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ്. പർവേസ് മുഷറഫിന്റെ കാര്യം നോക്കൂ, കാർഗിൽ സമയത്ത് അദ്ദേഹം പ്രസിഡന്റായി മാറുകയാണ് ചെയ്തത്. ആദ്യം നേതാവായി, പിന്നീട് പ്രസിഡന്റായി. യാഹിയ ഖാനോ അയൂബ് ഖാനോ അല്ലെങ്കിൽ സിയാവുൾ ഹക്കോ ഒക്കെ തന്നെ ഈ രൂപത്തിൽ അധികാരം ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിൽ യുദ്ധസമാനമായ സാഹചര്യത്തിൽ അധികാരം പിടിച്ചെടുത്തു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, പാകിസ്ഥാന്റെ സൈന്യത്തോട് ജനം ഇപ്പോൾ കലഹിക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ഒരു വർഷമായി എത്ര ഇടത്താണ് സൈന്യത്തിൻ്റെ ചില ബാരക്കുകൾക്കെതിരെ, സൈനിക നേതാക്കൾക്കെതിരെ ഇത് ആക്രമണം നടത്തുകയാണ്. അപ്പോൾ ഫൗജി ഫൗണ്ടേഷൻ എന്ന സൈന്യത്തിന് ഉള്ള വലിയ സ്റ്റേക്കുള്ള ഫൗണ്ടേഷനിലേക്ക് രാജ്യത്തിൻ്റെ റിസോഴ്സുകളുടെ നല്ല പങ്കും 50% നീങ്ങുന്നു എന്ന് പറയുമ്പോൾ ജനം പൊറുതിമുട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് 24ാമത്തെ ഈ പറയുന്ന 75 വർഷത്തെ സ്വാതന്ത്ര്യത്തിൽ 24ാമത്തെ പ്രാവശ്യമാണ് പാകിസ്ഥാൻ ബെയിലൗട്ട് പാക്കേജ്. അതൊരു പാപ്പരായ രാജ്യമാണ്, അത് ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ അത്രയുള്ള രാജ്യത്തിന് യാഥാർത്ഥ്യത്തിൽ നിന്നും കാര്യങ്ങൾ തിരിച്ചുവിടണമെങ്കിൽ യുദ്ധം അനിവാര്യമാണെന്ന് സൈന്യത്തിന് തോന്നിയത് കൊണ്ട് സംഭവിച്ച ഒരു വലിയ ഒരു പദ്ധതിയാണ് ഈ പറയുന്ന പഹൽഗാം. അതൊരു വലിയ പിഴവ് ആയി മാറി എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നതും. ശ്രീ KP നൗഷാദ് അലി, ഈ കാര്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത് കൂടുതൽ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇപ്പോൾ കൂടുതൽ പുതിയ വാർത്തകളൊക്കെ വരുന്നുണ്ട്. വ്യോമാഭ്യാസത്തിന്റെ വാർത്തകളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി പറഞ്ഞത് രാജ്യം ആഗ്രഹിക്കുന്ന തിരിച്ചടി എന്തോ അത് നൽകുമെന്നാണ്. പ്രധാനമന്ത്രി അടുത്ത ദിവസം തന്നെ പറഞ്ഞിട്ടുള്ളത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്കായിരിക്കും നമ്മൾ തിരിച്ചടി നൽകുക എന്നതാണ്. നിങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ലേ ഈ കാര്യത്തിൽ? ഇതിനോടകം തന്നെ നമ്മൾ ചെയ്തതിനപ്പുറത്തേക്ക്, ഒരു സ്ട്രാറ്റജിക് വാർ എന്നതിനപ്പുറത്തേക്ക് എന്താണ് ഭീകരവാദത്തിനെതിരെ ഒരു രാജ്യത്തിന് ചെയ്യാൻ കഴിയുക, പാകിസ്ഥാനെതിരെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുക എന്നതിലേക്ക് തന്നെ കൃത്യമായി രാജ്യം പോകും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും പാകിസ്ഥാൻ എന്ന പൊതുശത്രുവിനെതിരെ ഇന്ത്യ രാജ്യം സ്വീകരിക്കുന്ന നിലപാടുകളുടെ കൂടെ തീർച്ചയായിട്ടും ഈ രാജ്യത്തെ അവസാനത്തെ പൗരനും അതിനോട് ചേർന്ന് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനകത്തൊന്നും രാഷ്ട്രീയമോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രാദേശിക വ്യത്യാസങ്ങളോ കാഴ്ചപ്പാടുകളിലുള്ള വ്യതിയാനങ്ങളോ ഒന്നും അവിടെ പ്രസക്തമേ അല്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദുർബല പിന്നെ ഗർഭിണിയും എന്നൊരവസ്ഥയിലാണ് അവരിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. എന്നെ സംബന്ധിച്ച് അവിടുത്തെ നിർഭാഗ്യവന്മാരായ അവിടുത്തെ പൗരന്മാരെ ഓർത്ത് നമുക്ക് സഹതാപമുണ്ടെങ്കിലും അവരുടെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ കടിഞ്ഞാൺ കൈയാളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തീർത്തും പ്രതിലോമകരമായ പാതയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർ ഭീകരതയുടെ ഒരു വലിയ ഇടത്താവളമാക്കി ആ രാജ്യത്തിൻ്റെ പല മേഖലകളെയും മാറ്റിയിട്ടുണ്ട്. പല പിന്നെ അന്താരാഷ്ട്ര ഭീകരരുടെയും പിന്നെ അഭയകേന്ദ്രമായി അവർ പാകിസ്ഥാനെ മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലൊക്കെ അവർ കൊയ്യുന്ന അവർ വിതച്ചതിൻ്റെ ഒരു വിളവാണ് ഇന്ന് അവർ കൊയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, കൃത്യമായി തന്നെ ഈ ഭീകരവാദികളെ അവരുടെ ഇടത്ത് തന്നെ ചെന്നുകൊണ്ട് ഏത് തരത്തിലേക്ക് നമുക്ക് നേരിടാൻ കഴിയും, അത് ഇല്ലാതാക്കുക എന്നതിലേക്ക് തന്നെ നമ്മുടെ രാജ്യം കൃത്യമായി ചെല്ലും എന്നതാണ് നമ്മൾ എല്ലാവരും ഈ ഘട്ടത്തിൽ ശുഭപ്രതീക്ഷയോടെ തന്നെ കരുതുന്നത്. വളരെ നന്ദി ജനറൽ ജേക്കബ് തരകൻ, കേണൽ S ഡിനി, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ KP നൗഷാദ് അലി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എൻകൗണ്ടർ പ്രൈം അവസാനിക്കുന്നു. നമസ്കാരം.